ഇന്ന് ഈ കയറില് കെട്ടിത്തൂക്കാനുള്ള പരിപാടിയാട്ടോ. വേറെ കാര്യല്ല നമ്മുടെ റൂമിലെ അക്വേറിയത്തിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഈ ജനല് വഴി കയറിട്ടിട്ട് പൈപ്പ് കെട്ടി വലിച്ച് കേറ്റിയിട്ട് വേണം ട്ടോ നമുക്ക് വെള്ളം എടുക്കാൻ. നമ്മളെടുക്കുന്ന കോർപ്പറേഷൻ വെള്ളമാണ്. അതുകൊണ്ടാണ് ഇത്ര പവർ കുറവ്. ചിലപ്പോ നല്ല ഫോഴ്സിൽ വരും, ചിലപ്പം തീരെ ഫോഴ്സില്ലാണ്ട് വരും. ആ വെള്ളം നിറയുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ മോളില് ബ്രീഡിങ്ങിന് ഇട്ട പോളാർ വൈറ്റ് പാരറ്റിനെയൊക്കെ നമ്മൾ പിടിച്ചെടുത്തിട്ടത്. കാരണം താഴത്ത് ഇവന്മാർക്ക് വേണ്ടി നമ്മൾ ബ്രീഡിംഗ് സെറ്റപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഇവന്മാർക്ക് എഗ് ചെയ്യാൻ വെച്ച് കൊടുത്ത ഓടിന്റെ ആ ചെറിയ പീസും കൂടെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏഞ്ചൽ ടാങ്കിന്ന് ചെറിയൊരു പിവിസി പൈപ്പും എടുത്ത് ഇവന്മാർക്ക് ഹൈഡ് ചെയ്യണമെങ്കിലും എഗ് ചെയ്യണമെങ്കിലും ഒക്കെ ഇത് ധാരാളമാണ്. അങ്ങനെ അതുകൊണ്ട് അവന്മാരുടെ ടാങ്കിൽ വെച്ച് കൊടുത്ത് ഇവന്മാരുടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം കുറച്ചധികം നേരം ഇങ്ങനെ വെക്കോട്ടോ. ഒരു 10-15 മിനിറ്റ് അങ്ങനെ വൈറ്റ് വെള്ളം കുറച്ചെങ്കിലും മിക്സ് ഒക്കെ ആക്കി ഇവന്മാരെ പതിയെ ഇറക്കി വിട്ടു കേട്ടോ. ഇനി ഇവന്മാർ ഇതിൽ കിടന്ന് പെട്ടെന്ന് എഗ് ചെയ്തോളൂ കേട്ടോ. കാരണം അത്യാവശ്യം നല്ല സ്പേസും സെറ്റപ്പ് ഒക്കെയാണ് കൊടുത്തത്. ഇനി ഷീറ്റ് എടുത്ത് മൂടി വെച്ചിട്ടുണ്ട്. കാക്കിയും കുക്കൊന്നും കണ്ട് ഇവന്മാരെ പിടിച്ചോണ്ട് അത് കഴിഞ്ഞ് നേരെ നമ്മുടെ അക്യൂറത്തിൽ ഇടാനുള്ള സാൻഡ് കഴുകാനുള്ള പരിപാടിയായിട്ട് നോക്കിയത്. അങ്ങനെ സാൻഡ് ഒക്കെ കഴുകി സെറ്റാക്കി വെച്ച് നേരെ മുകളിലേക്ക് പോയി. മുകളിലത്തെ അക്യൂറത്തിൽ വെള്ളമൊക്കെ നിറച്ച് അതിൽ കുറച്ച് പൊട്ടാസി ഇട്ട് ഫിൽറ്റർ ഒക്കെ നമ്മൾ അതിൽ തന്നെ കഴുകിയെടുത്തിട്ടോ. അങ്ങനെ അക്യൂർ സ്റ്റാൻഡ് കയറ്റി അതിൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ച് അതിന് ശേഷം നമ്മൾ സാൻഡ് ഇടാൻ തുടങ്ങിട്ടോ. ഞാൻ വിചാരിക്കുന്നത് സെന്റർ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കൂമ്പാരാക്കിയിട്ട് സൈഡിലൊക്കെ കുറയ്ക്കാന്നാണ്. നമ്മൾ ഈ സാൻഡ് ബക്കറ്റിൽ എടുത്ത് വെച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഉറച്ചു പോയിട്ടോ. അങ്ങനെ മാന്തി മാന്തി എടുത്താണ് സാൻഡ് ഒക്കെ ഇട്ടത്. കുറച്ച് സമയം അതിന് പോയി. അങ്ങനെ വെള്ളമൊക്കെ പതി നമ്മൾ നിറച്ചു തുടങ്ങി. വെള്ളം നിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കലങ്ങാൻ തുടങ്ങിട്ടോ. ചളി വെള്ളം പോലെ ആയി തുടങ്ങി. അത് കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം നല്ലൊരു പവറുള്ള ഫിൽറ്റർ ഉണ്ട്. അങ്ങനെ ഫിൽറ്റർ ഇട്ട് കൊടുത്തപ്പോൾ ഏകദേശം വെള്ളം തെളിഞ്ഞു വരാൻ തുടങ്ങി. അത്യാവശ്യം നല്ല പവറുള്ള ഫിൽറ്റർ ആട്ടോ. താഴത്തെ വെള്ളം മുഴുവൻ വലിച്ചെടുത്ത് മുകളിൽ കൊണ്ടുവന്ന് സ്പോഞ്ച് വഴി ഫിൽറ്റർ ചെയ്തിട്ടാണ് താഴത്തേക്ക് ഇറക്കുന്നത്. ഇതിൽ കുറച്ച് സെറാമിക് റിങ്ങുകളുണ്ട്. അങ്ങനെ ഈ അക്യൂരത്തിന്റെ പണി കഴിഞ്ഞപ്പോഴത്തെ ഞാൻ മൊത്തത്തിൽ സൈഡ് ആയിട്ടോ. ഇനി ഒന്ന് പോയി കുളിക്കണം, ഫുഡ് കഴിക്കണം, എന്നിട്ടൊന്ന് കടന്നുറങ്ങണം. അപ്പൊ അടുത്ത വീഡിയോ അടുത്ത പാർട്ടായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.